പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഏതാനും ചില ഭാഗങ്ങൾ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ആൻറ്റോയിൻ ലാവോയിസിയറിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ഈ നിയമപ്രകാരം? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റിന് ഈക്വലാണ്. അതായത് 1 കിലോ പഞ്ചസാരയും 2 കിലോ വെള്ളവും ചേർത്ത് ഉണ്ടാക്കുന്ന പഞ്ചസാര വെള്ളം 3 കിലോ ഉണ്ടായിരിക്കും. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, റിയാക്റ്റന്റിന്റെ മാസുകൾ എത്രയാണോ അത് ചേർന്നതാണ് പ്രോഡക്റ്റിന്റെ മാസ്. ഇതിനെ കൺസർവേഷൻ ഓഫ് മാസ് എന്ന ലോ പ്രകാരമാണ് നമ്മൾ നിർവചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ പാഠഭാഗത്തുനിന്ന് വരാവുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണുന്ന ഒന്നാണ്. അതിൽ 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂളും ചേർന്ന് ഉണ്ടാകുന്ന വാട്ടറിന്റെ മോളിക്യൂളാണ്, ജലത്തിന്റെ മോളിക്യൂളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റത്തില് 2 ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2H2 എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതുപോലെ 1 ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ O2 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റന്റ് 2H2 4 ഹൈഡ്രജൻ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ചേർന്ന് 6 ആറ്റങ്ങളാണ് അഭികാരകങ്ങൾ. നോക്കൂ, നിങ്ങൾ വലതുഭാഗത്ത് നോക്കൂ. വലതുഭാഗത്ത് കാണുന്ന പ്രോഡക്റ്റുകളും അതും 6 ആറ്റങ്ങൾ തന്നെയാണ്. അതിൽ 2H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ 2 ആറ്റം 2 പ്രാവശ്യം, അതായത് 4 ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ 2 എണ്ണവും. അങ്ങനെ മൊത്തം ഇടതുഭാഗത്തും വലതുഭാഗത്തും 6 ആറ്റങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. കാർബൺ പ്ലസ് O2 കിട്ടുന്നത് CO2. ഈ ചിത്രങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് നല്ലപോലെ കണ്ട് മനസ്സിലാക്കുക. ബാലൻസിങ് നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന കണക്കുകൾ H2 പ്ലസ് I2 ഗീവ്സ് HI. ഈ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 H2 പ്ലസ് HI ഇത് അങ്ങനെ തന്നെ എഴുതുന്നു. ആദ്യം തന്നെ നമ്മൾ എണ്ണം കൃത്യമല്ലാത്തത് ഏതാണ് എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ H ഇവിടെ ഇപ്പുറത്ത് 2 എണ്ണവും അതേസമയം അപ്പുറത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ Hന്റെ മുൻപിൽ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സംഖ്യ എഴുതേണ്ടത് ആറ്റത്തിന്റെ മുൻപിൽ ആയിരിക്കണം. ഒരിക്കലും ആറ്റത്തിന്റെ ചുവട്ടിൽ നമ്പർ എഴുതരുത്. ഇനി സ്റ്റെപ്പ് 2-ൽ ഇപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം തുല്യമായി. ഇനി അടുത്തത് ഐയുടെ എണ്ണം തുല്യമാക്കലാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? H2, അതായത് ആ സ്റ്റെപ്പ് ഒന്നും കൂടി ആവർത്തിക്കുന്നു. H2 പ്ലസ് I ഗീവ്സ് 2HI. ഇതിൽ ഐയുടെ എണ്ണം തുല്യമാക്കാനായിട്ട് ഒരു 2 ഐയുടെ മുൻപിലും ഇട്ടുകൊടുക്കും. ഇതോടുകൂടി ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഒരു കണക്കും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ Na പ്ലസ് H2O ഗീവ്സ് NaOH പ്ലസ് H2. ഇത് സ്റ്റെപ്പ് 1. ഇവിടെ തുല്യമല്ലാത്തത് H ആണ്. H ആദ്യത്തെ ഭാഗത്ത് H 2 എണ്ണവും, എന്നാൽ രണ്ടാമത്തേതിൽ Hന്റെ എണ്ണം 3 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം തുല്യമാക്കുന്നതിന്റെ ഭാഗമായി Na പ്ലസ് H2O ഗീവ്സ് NaOH പ്ലസ് H2. ഈ സമവാക്യത്തിൽ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ NaOH അതിന്റെ മുൻപിലും 2 ഇട്ട് കൊടുക്കുന്നു. ഇപ്പുറത്തുള്ള H2O എന്നതിന്റെ മുൻപിലും 2 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം 2 ഭാഗത്തും തുല്യമായതായിട്ട് കാണാൻ സാധിക്കും. 2H2 എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ആറ്റമായി
2NaOH എന്ന് പറയുന്നതിൽ ഈ 2 എന്ന് പറയുന്നത് NAയ്ക്കും Oയ്ക്കും Hനും ബാധകമാണ്. അവിടെയും H രണ്ടെണ്ണമായി. അതുകൂടാതെ H2 എന്ന് പറയുമ്പോൾ ആ രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ Hന്റെ എണ്ണം 4 എണ്ണമായി. ഇനി പക്ഷേ ഇവിടുത്തെ കുഴപ്പം ഇവിടെ സോഡിയം അതായത് Na എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മുടെ സമവാക്യത്തിൽ NAയുടെ എണ്ണം വ്യത്യാസപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് ചെയ്യാനുള്ള മാർഗം അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ Na plus 2H2O gives 2NaOH plus H2. ഇതിൽ NAയുടെ എണ്ണം കൃത്യമാക്കാനായിട്ട് ഇടതുഭാഗത്തുള്ള Na അതായത് റിയാക്റ്റന്റിലെ NAയുടെ മുൻപിലായിട്ട് 2 ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് NAയും രണ്ടെണ്ണമായിട്ടുള്ളത് കാണാൻ സാധിക്കും, Oയും രണ്ടെണ്ണമായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും, H ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 എണ്ണമായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുട്ടികൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിൽ ഒന്ന് ഓക്സിഡേഷൻ, രണ്ടാമത്തേത് റിഡക്ഷൻ. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓക്സിഡേഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് റിഡക്ഷൻ. ഇത് രണ്ടും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ സാധാരണ അവിടെ റിയാക്റ്റന്റുകളിൽ സംഭവിക്കുന്ന പ്രവർത്തനമാണ്. ഓക്സിഡേഷനും റിഡക്ഷനും അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന മറ്റ് 2 വാക്കുകൾ കൂടി നോക്കാം. ഒന്ന് ഓക്സിഡൈസിങ് ഏജന്റ്, മറ്റൊന്ന് റെഡ്യൂസിങ് ഏജന്റ്. അതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്ന സ്പീഷീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകൾ ലഭിക്കുക എന്ന പ്രവൃത്തിയാണ്. അതായത് ആർക്കാണോ ഇലക്ട്രോണുകൾ ലഭിക്കുന്നത്, ഇലക്ട്രോൺ ലഭിക്കുന്ന എലമെന്റിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ഒന്നുകൂടി മനസ്സിലാക്കുക. ഓക്സിഡൈസിങ് ഏജന്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് മീൻസ് ഓക്സിഡൈസിങ് ഏജന്റിൽ ലഭിക്കുന്നത് റിഡക്ഷൻ ആണ്. ഓക്കെ, ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു വാക്കാണ് റിഡക്ഷൻ, അതുപോലെ റെഡ്യൂസിങ് ഏജന്റ്. അതായത് റിഡോക്സ് അഥവാ റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ അതിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ റെഡ്യൂസിങ് ഏജന്റിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആരാണോ അല്ലെങ്കിൽ ഏത് എലമെന്റ് ആണോ ആ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്നു. അതായത് റെഡ്യൂസിങ് ഏജന്റ് ഇലക്ട്രോൺ കൊടുക്കുന്നത് കൊണ്ടാണ് റിഡക്ഷൻ, അതായത് അവിടെ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചിത്രമാണ് നിങ്ങളുടെ മുൻപിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അതിൽ 2 Na റെഡ്യൂസിങ് ഏജന്റ് ആണ്, Cl2 അതേസമയം ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഭാഗം പ്രത്യേകം എടുത്തു കളഞ്ഞിട്ട്, ഇപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ റെഡ്യൂസിങ് ഏജന്റ് ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്തു മാറ്റിയിട്ട് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ അണ്ടർഗോസ് റിഡക്ഷൻ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ വെട്ടിക്കളയും, എന്നിട്ട് ഇതെന്താണ് എന്ന് ഫില്ല് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത് എന്താണ് അത് നമ്മൾ അവിടെ എഴുതണം. ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത് എന്താണ് നമുക്ക് കാണാം. എന്താ ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത്? റിഡക്ഷൻ. ഓക്കെ, അതേസമയം മുകളിലെ അണ്ടർഗോസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ട് റെഡ്യൂസിങ് ഏജന്റിന് സംഭവിക്കുന്നത് എന്താണ്? റെഡ്യൂസിങ് ഏജന്റിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പ്രത്യേകം മനസ്സിലാക്കുക.
അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ Mg+F2 ഗിവ്സ് MgF2 എന്ന ഇക്വേഷൻ ഒരു ബോക്സിലാക്കിയിട്ട് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് എന്നിവ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ Mgക്ക് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക, Mg മുകളിൽ 2+ 2E-, അത് ഓക്സിഡേഷൻ ഇക്വേഷൻ. റിഡക്ഷൻ ഇക്വേഷൻ അത് സംഭവിക്കുന്നത് എഫിനാണ്. എഫിന് സംഭവിക്കുന്ന റിഡക്ഷൻ എഫ് പ്ലസ് Mgയിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ, അത് 2 ഇലക്ട്രോൺ Mgയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ 2 F ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നോക്കിയാൽ കാണാം എഫിന് 2 എണ്ണമാണ് F. അതിൻ്റെ അർത്ഥം Mg 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് ഓരോന്നായിട്ടാണ് എഫിന് ലഭിക്കുന്നത്. അതുകൊണ്ട് എഫിൻ്റെ മുൻപിൽ നമ്മൾ ചേർക്കേണ്ടത് +1E- ആണ്. ഗീവ്സ് എഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ 1- എന്ന് കാണിക്കും. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എഫ്, റെഡ്യൂസിങ് ഏജന്റ് Mg. ഇത്രയാണ്. ഇതുപോലെ ഈ ചാർട്ടുകളെല്ലാം പൂരിപ്പിക്കുന്നത് കെമിസ്ട്രിക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ഇനമാണ് ഓക്സിഡേഷൻ നമ്പർ. എല്ലാ കെമിക്കൽ റിയാക്ഷനുകളിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അയോണിക് ബോണ്ടിങ് രീതിയിലാണെങ്കിൽ അവിടെ ഒരു എലമെന്റ് ഇലക്ട്രോൺ കൊടുക്കുകയും മറ്റേ എലമെന്റ് ഇലക്ട്രോൺ വാങ്ങുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ 2 എലമെന്റുകൾക്കും ചാർജ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് എത്രയാണോ നഷ്ടപ്പെടുന്നത് അത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും, ഇലക്ട്രോൺ വാങ്ങുന്ന എലമെന്റിന് എത്രയാണോ ലഭിക്കുന്നത് അതിന് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും ആയിട്ട് പറയുന്നു. ഓക്സിഡേഷൻ നമ്പറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഓക്സിഡേഷൻ നമ്പറുകൾ എല്ലാതും കൂടി കൂട്ടിയാൽ, അതായത് ഒരു പ്രത്യേക കോമ്പൗണ്ടിലെ എല്ലാ അറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ ലഭിക്കുന്ന ഉത്തരം 0 ആയിരിക്കും. ഈ സൂത്രം ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അഥവാ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇല്ല എങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ MnO2 എന്ന കോമ്പൗണ്ട്, അതിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ അവർ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Mnൻ്റെയാണ്. നോക്കൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. Mn നമ്മൾ എഴുതുന്നു, O2 നമ്മൾ എഴുതുന്നു. O2വിൻ്റെ മുകളിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നു, -2. Mnൻ്റെ മുകളിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ അറിയില്ല, അവിടെ നമ്മൾ X എന്നിടുന്നു. ഇനി Mnൻ്റെ ചുവട്ടിലെ നമ്പർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചുവട്ടിലെ 1 ആണ്, അതായത് Mn ഒരെണ്ണം എന്നർത്ഥം. ഇനി ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ Mnൻ്റെ എണ്ണം കൊണ്ട് Xനെ ഗുണിക്കുന്നു, അതായത് 1 × X പ്ലസ് ഇനി ഓക്സിജന്റെ എണ്ണം കൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെ ഗുണിക്കുന്നു, 2 × -2. ഇതിൻ്റെ ഉത്തരം എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇനി ഈ ക്രിയ മുഴുവനാക്കിയാൽ 1 × X, ഇനി പോസിറ്റീവ് × നെഗറ്റീവ്, 2 × 2 4 0. വീണ്ടും X 0 പ്ലസ് 4 4. അതായത് Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ 4 ആണ്. Oxidation number of Mn is 4, +4. Okay. അടുത്തതായി Mn2O7ന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. Mn2O7 നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതുന്നു, Mn2O7. വീണ്ടും Mn2O7ന്റെ മുകളിൽ ഓക്സിഡേഷൻ നമ്പർ -2, Mnൻ്റെ മുകളിൽ X. ഇനി Mnൻ്റെ എണ്ണം 2 ഗുണിക്കണം ഓക്സിഡേഷൻ നമ്പർ X പ്ലസ് 7 × -2 = 0. അതായത് 2X - 7 2 14 0. 2X = 0 + 14
അതായത് 2x സമം 14. വീണ്ടും 2x സമം 14 എങ്കിൽ x സമം 14/2 സമം 7. അതായത് mnന്റെ ഓക്സിഡേഷൻ നമ്പർ +7. അടുത്തതായി ഓക്സിഡേഷൻ നമ്പറും റിഡോക്സും തമ്മിലുള്ള അഥവാ ഓക്സിഡേഷനും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, when oxidation number increases, oxidation take place. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓക്സിഡേഷൻ നടക്കുന്നു എന്നർത്ഥം. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒന്നും കൂടി പറഞ്ഞാൽ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു എന്നർത്ഥം. നേരെ തിരിച്ചു പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു, അതായത് ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയും. ഒന്നും കൂടി വ്യക്തതയ്ക്ക് നമുക്കിത് ഒരു സമവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഈ ഭാഗത്തേക്ക് വരിക. അതായത് H2Cl2 + 2HCl. ഇവിടെ H2 എന്ന് പറയുന്നതിന് മുകളിൽ 0യും Cl2 എന്ന് പറയുന്നതിന് മുകളിൽ 0യുമാണ്. എന്നാൽ 2HCl എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രജന്റെ മുകളിൽ Hന്റെ മുകളിൽ +1ഉം Clന്റെ മുകളിൽ -1ഉം ലഭിച്ചു. ഇതിന്റെ അർത്ഥം ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നത് റിയാക്ഷൻ നടന്നപ്പോൾ +1 ആയി. അതായത് ഓക്സിഡേഷൻ നമ്പർ 1 കൂടി. അതായത് ഹൈഡ്രജന്റെ കയ്യിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇതിനർത്ഥം ഹൈഡ്രജനിൽ ഓക്സിഡേഷൻ സംഭവിച്ചു. ഹൈഡ്രജൻ ഇവിടെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അടുത്തതായി Clന്റെ മുകളിൽ 0 ആണ്. എന്നാൽ കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ Clന്റെ മുകളിൽ -1 ആയി. അതിൻ്റെ അർത്ഥം Clന്റെ ഓക്സിഡേഷൻ നമ്പർ 1 കുറഞ്ഞു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ Clന് ഒരു ഇലക്ട്രോൺ ലഭിച്ചു. അതായത് Cl ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതുപോലുള്ള ഇക്വേഷൻ തന്നിട്ട് ഓക്സിഡേഷൻ നടന്നത് ഏതിലാണ്, റിഡക്ഷൻ നടന്നത് ഏതിലാണ്, അതിൻ്റെ ഇക്വേഷൻസ് സെപ്പറേറ്റ് എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പാഠം കുട്ടികളിൽ നിരന്തരം സംശയവും അതേപോലെ ഉത്കണ്ഠയും ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതിൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് ഈ 3 ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇത് രണ്ടും ഒരുമിച്ച് ഒരേ ഇക്വേഷനിൽ, ഒരേ കെമിക്കൽ ഇക്വേഷനിൽ നടക്കുന്നതാണ്. അങ്ങനെ നടക്കുമ്പോൾ അതിനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് റിഡക്ഷനും റെഡ്യൂസിങ് ഏജന്റ് ഓക്സിഡേഷനും വിധേയമാകും. ഒരു വട്ടം കൂടി, ഇൻ എ റിഡോക്സ് റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജന്റ് അണ്ടർഗോസ് റിഡക്ഷൻ. അതായത് റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ ഏജന്റിന് നടക്കുന്നത് റിഡക്ഷൻ, റിഡോക്സ് ആക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ മീൻസ് ഓക്സിഡൈസിങ് ഏജന്റിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. അതേസമയം റെഡ്യൂസിങ് ഏജന്റിന് നടക്കുന്നത് ഓക്സിഡേഷൻ, അതായത് റെഡ്യൂസിങ് ഏജന്റിന് ഇലക്ട്രോൺ ലഭിക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് പുസ്തകത്തിലെ അവസാനം തന്നിരിക്കുന്ന ലെറ്റസ് അസസിലെ 10ാമത്തെ ചോദ്യം കൂടി നോക്കി നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, ഇതില് FeS എന്നിവയാണ് റിയാക്റ്റന്റ്. ഉണ്ടാകുന്ന കോമ്പൗണ്ട് FeS ആണ്. രണ്ടിൻ്റെയും വാലൻസി തന്നിട്ടുണ്ട്. S എന്ന് പറയുന്നത് 2, Fe എന്ന് പറയുന്നത് 2. അതായത് S ഇവിടെ നമുക്കറിയാം FeS ആണ്. S വാങ്ങുന്ന ആളും Fe കൊടുക്കുന്ന ആളുമാണ്. അതായത് Fe കൊടുക്കുന്നത് 2 ഇലക്ട്രോണും S വാങ്ങുന്നത് 2 ഇലക്ട്രോണും. ഇനി ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാൽ നോക്കൂ, ആദ്യം Fe. Get atom whose oxidation number increases. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് Feയുടെ ആയിരിക്കും. Fe, അപ്പൊ അതുകൊണ്ട് തന്നെ Feക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് Feയുടെ ആണ് ഓക്സിഡേഷൻ നമ്പർ കൂടുക.
ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഇവിടെ ആറ്റോമിക് നമ്പർ കുറയുന്നത്, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് എസിനാണ്. കാരണം എസിന് ഇലക്ട്രോൺ ലഭിക്കുകയാണ്, അതുകൊണ്ട് എസ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ റിയാക്ഷൻ, റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് എസ് ഒറ്റയ്ക്കാണ്, അവിടെ ഓക്സിഡേഷൻ നമ്പർ 0. അതേപോലെ തന്നെ അപ്പോൾ ബിഫോർ റിയാക്ഷൻ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് നോക്കൂ, റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എസ് ആണ്. അതേപോലെ റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ആരാണ്? എഫ്. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എഫ് ബിഫോർ റിയാക്ഷൻ, റിയാക്ഷന് മുൻപ് എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ 0. ടെക്സ്റ്റ് പുസ്തകത്തിലെ അവസാന ഭാഗമായിട്ടുള്ള ലെറ്റർ സസസിലെ 10ാമത്തെ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. 10ാമത്തെ ഭാഗത്തിൽ എഫിയും എസും ചേർന്നുള്ള പ്രവർത്തനമാണ്. അവിടെ എസിന്റെയും എഫിയുടെയും ബാലൻസി തന്നിട്ടുണ്ട്. അവിടെ എസ് 2 ഇലക്ട്രോൺ വാങ്ങുകയും എഫി 2 ഇലക്ട്രോൺ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറുകളായിട്ട് എസിന്റെ -2 എഫിയുടെ +2 എടുക്കാം. നോക്കൂ, ഇതില് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് എഫിയുടെയും എസിന്റെയും ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതായത് ഇതിൽ ചോദിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ റിയാക്ഷൻ 0. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ റിയാക്ഷൻ 0. 0 ഞാൻ ആദ്യം എഴുതി. അടുത്തത് ഇവിടെ ഇലക്ട്രോണുകൾ വാങ്ങുന്ന ആള് എസ് ആണ്. അതുകൊണ്ട് നമുക്ക് എസിനെ നമുക്ക് വിളിക്കാം, വാങ്ങുന്ന ആളായതുകൊണ്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. വാങ്ങുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പാഠത്തിലെ അവസാന ഭാഗമായ ലെറ്റർ സസസിലെ 10ാമത്തെ ചോദ്യത്തോടു കൂടി നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. 10ാമത്തെ ചോദ്യഭാഗത്തിൽ എസും എഫിയും ചേർന്നുള്ള പ്രവർത്തനമാണ്. അതിൽ രണ്ടിന്റെയും ബാലൻസി 2 ആണ്. പക്ഷേ എസ് 2 ഇലക്ട്രോൺ വാങ്ങുന്ന എലമെന്റും എഫി 2 ഇലക്ട്രോൺ കൊടുക്കുന്ന എലമെന്റുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ഓക്സിഡേഷൻ നമ്പർ 2 വീതമാണ്. പക്ഷെ ഒന്നിന്റെ വാങ്ങുന്ന ആളുടെ നെഗറ്റീവും കൊടുക്കുന്ന ആളുടെ പോസിറ്റീവും എന്ന് പറയാം. ഇനി ഇത് ഫില്ല് ചെയ്യാം. അതിൽ ആദ്യം തന്നെ ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ആരുടേത്? ഒരു സംശയം വേണ്ട, കൂടുന്നത് കൊടുക്കുന്ന ആളുടേതാണ്. അതായത് എഫിയുടെയാണ് ഓക്സിഡേഷൻ നമ്പർ കൂടുക. അതുപോലെ രണ്ടാമത്തെ ആറ്റംസ് ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഒരു സംശയവും വേണ്ട, ഇലക്ട്രോൺ വാങ്ങുന്ന ആളാണോ അയാളുടെയാണ് ഓക്സിഡേഷൻ നമ്പർ കുറയുക. അപ്പോൾ എസ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ റിയാക്ഷൻ, കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും മുൻപ്, അതാണ് റിയാക്റ്റന്റ്. അപ്പോ ആ സമയത്ത് കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും എല്ലാം ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബിഫോർ റിയാക്ഷൻ 0. അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് ഇവിടെ റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ, ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്നത് എസ് ആണ്. എസ് ഇലക്ട്രോണുകൾ വാങ്ങിക്കൊണ്ട് ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കും. ഇനി റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് ആരാണോ അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ഇലക്ട്രോൺ നൽകിക്കൊണ്ട് റിഡക്ഷൻ നടത്താൻ സഹായിക്കുന്നത് എഫ് ആണ്. അതുകൊണ്ട് എഫ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നു. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എഫ് ബിഫോർ റിയാക്ഷൻ, നേരത്തെ പറഞ്ഞു റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് ഏതൊരു എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതുകൊണ്ട് എഫിയുടെയും 0. ഓക്സിഡേഷൻ നമ്പർ ഓഫ് എഫ് ആഫ്റ്റർ റിയാക്ഷൻ നടന്നു. നമ്മൾ തന്നിരിക്കുന്ന പ്രകാരം 2 ഇലക്ട്രോണുകളാണ് എഫ് കൊടുക്കുന്നത്. അതുകൊണ്ട് എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ആണ്, +2 കൊടുക്കുന്നത് 2 ആണ്. അപ്പോൾ +2. ഈ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് 2 എണ്ണമാണ് വാങ്ങുന്നത് കൊണ്ട് നെഗറ്റീവ് ആണ്. 2 എണ്ണം വാങ്ങുന്നത് -2. ഇനി ആറ്റം ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്,
ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന ആള്, വാങ്ങുന്ന ആള്, അങ്ങനെ രണ്ട് എലിമെന്റുകളാണ് ഉള്ളത്. ഇതിൽ വാങ്ങുന്ന ആൾക്കാണ് ഇവിടെ, വാങ്ങുന്ന ആറ്റമാണ് ഇവിടെ റെഡ്യൂസ്ഡ് ആകുന്നത്. വാങ്ങുന്ന ആറ്റം, അതായത് വാങ്ങുന്ന ആറ്റം ഏതാണ്? എസ് റെഡ്യൂസ്ഡ് ആകുന്നു. അതേപോലെ കൊടുക്കുന്ന ആറ്റമാണ് ഓക്സിഡൈസ്ഡ് ആകുന്നത്. കൊടുക്കുന്ന ആറ്റം ഏതാ? Fe ആണ്. ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ആകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചെയ്ത വർക്കുകൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.